ഹലോ ഗെയ്സ്, ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു ട്രാവലിംഗ് വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ പുനലൂർ വരെ പോവാണ്. പോകുന്ന വഴിക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയും പുനലൂർ തൂക്കുപാലവും അതുപോലെ തന്നെ അലിമുക്ക് വഴി അച്ചൻകോവിൽ പോകുന്ന വഴിക്കുള്ള മനോഹരമായിട്ടുള്ള വഴിയോര കാഴ്ചകളും കറവൂർ മുരുകക്ഷേത്രവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് അമർത്തുക. നമ്മൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ നാടാണ്. കാടും പുഴയും പുഴയോട് ചേർന്നുള്ള റോഡിലൊക്കെ നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കാനൊക്കെ ഉണ്ട് നിരവധി വന്യജീവികൾ. പിന്നെ കളകളം പാടുന്ന പുഴയിൽ കൂടിയുള്ള കൊട്ടവഞ്ചി സവാരി, അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള മനോഹരമായിട്ടുള്ള സ്ഥലം. പത്തനംതിട്ടയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് അടവി. നിരവധി വിനോദസഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ വന്നു പോകുന്നത്. കൊട്ടവഞ്ചിയും ബാംബു ട്രീ ടോപ്പും അതുപോലെ തന്നെ മണ്ണീര വെള്ളച്ചാട്ടവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അങ്ങനെ വേണ്ട ഞങ്ങൾ ട്രാവലൊക്കെ ചെയ്ത് ഞങ്ങൾ വേണ്ട പുനലൂർ എത്തിയിരിക്കുകയാണ്. പുനലൂരിൽ നിന്നും അലിമുക്കിന് പോകുന്ന വഴിക്കുള്ള മനോഹരമായിട്ടുള്ളൊരു പാലമാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, പുനലൂർ തൂക്കുപാലം ഉൾപ്പെടെ നിരവധി പ്രത്യേകതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് പുനലൂർ. 1-2 വർഷങ്ങൾക്ക് മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചൻകോവിൽ പോയിട്ട് തിരിച്ച് തെങ്കാശി തെന്മല വഴി പുനലൂർ വന്നിട്ട് നേരെ കോന്നിക്ക് പോകുമായിരുന്നു. അതിനുശേഷം ഇന്നാണ് വരുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് പുനലൂർ അലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അച്ചൻകോവിലോട്ട് പോകുന്ന റൂട്ടാണ്. അച്ചൻകോവിലോട്ടും അതുപോലെ തന്നെ കറവൂരോട്ടും പോകാൻ പറ്റും. ഞങ്ങൾ വേറെ 1-2 ആവശ്യത്തിന് വേണ്ടി പുനലൂർ വന്നതാണ്. പക്ഷെങ്കിൽ ഈ ഒരു റൂട്ടിലോട്ട് അബദ്ധവശാലൊന്ന് കയറിയതാണ് കേട്ടോ. പക്ഷെങ്കിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് തിരിച്ചു പോകാൻ തോന്നാത്ത ഒരു അവസ്ഥയായി പോയി. കാരണം അതുപോലെ മനോഹാരിതയാണ്. ഏകദേശം ഞങ്ങളുടെ ഒരു നാടിൻ്റെ ഒരു സെയിം തന്നെയാണ്. പക്ഷെങ്കിൽ എന്നാൽ പോലും കൊച്ചു കൊച്ചു മരങ്ങളും അതുപോലെ തന്നെ ആ മരത്തെ ചുറ്റിക്കിടക്കുന്ന കുറച്ച് കാട്ടുചെടികളും കാട്ടുപടലും എല്ലാം കൊണ്ട് തീർത്തും മനോഹാരിത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പോയി ഏകദേശം എനിക്ക് തോന്നി ഇപ്പോൾ നല്ല ദൂരം ഞങ്ങളിപ്പം പിന്നിട്ടിരിക്കുന്നു. എന്തായാലും സാരമില്ല, നമ്മൾ പോകുന്തോറും മനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാനും തോന്നുന്നില്ല. അങ്ങനെ എന്തായാലും നേരെ വണ്ടി മുന്നോട്ട് തന്നെ വെച്ച് പിടിച്ചു. തീർത്തും ശാന്തമായിട്ടുള്ളൊരു പ്ലേസ്, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ അതേ വണ്ടി തിരക്കോ വേറെ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. തീർത്ത് ശാന്തതയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശബരിമല സീസൺ സമയത്ത് അച്ചൻകോവിലോട്ട് പോകാനെക്കൊണ്ട് അയ്യപ്പ ഭക്തർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഒരു റോഡും കൂടിയാണിത്. കോന്നി കല്ലേലി വഴി നമുക്ക് അച്ചൻകോവിൽ പോകാൻ സാധിക്കുമെങ്കിലും റോഡ് മോശം കാരണം അതുപോലെ തന്നെ വന്യജീവികളുടെ ശല്യം കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു റോഡാണ്. ആ ഒരു സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര തിരക്കായിരിക്കും ഈ റോഡിൽ കൂടി. ഈ ഒരു റോഡും അത്ര നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കുറച്ച് ഭാഗം നല്ലൊരു സ്ഥലമാണെങ്കിൽ കുറച്ച് ഭാഗം ഭയങ്കര മോശവുമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയപ്പോൾ നീണ്ട അതിമനോഹരമായിട്ടുള്ളൊരു മുരുകക്ഷേത്രം ഉണ്ട് അവിടെ. ഞങ്ങൾ ചെന്നപ്പോഴത്തേന് നടയൊക്കെ അടച്ചു. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി തിരിഞ്ഞിരുന്നു. ഇനി ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുമാത്രമല്ല ഒരുപാട് ലേറ്റാവും. അതുകൊണ്ട് ഞങ്ങൾ ഇനി നേരെ തിരിച്ച് പുനലൂരോട്ട് പോവാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പുനലൂർ തൂക്കുപാലവും അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ. അന്നേരം നേരെ നമുക്ക് പുനലൂർ തൂക്കുപാലം.
ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അന്നേരം ഇനിയും പുതുമയാർന്ന വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.